എന്നോട് മറ്റതിഥികൾ ഒരു 2 മിനിറ്റ് കൂടി ക്ഷമിക്കണം. എന്തായാലും ഒരു സൂക്കേട് കണ്ടുപിടിച്ച സ്ഥിതിക്ക് മരുന്നെഴുതുമ്പോൾ അസുഖത്തിൻ്റെ മുഴുവനായിട്ടുള്ള രൂപം ഡോക്ടറോട് പറയണമല്ലോ. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. മെയ് 18 ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വി ഡി സതീശൻ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയിൽ വന്ദേ മാതരം പൂർണ്ണമായും ആലപിച്ചു. അതിൽ ലോക് ഭവനാണ് അതിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നുള്ള ന്യായീകരണം സർക്കാർ പറഞ്ഞു. ഇനി MG സർവകലാശാലയിലെ VC ആയി D മാവൂദിനെ ഗവർണർ നിയമിച്ചു. യാതൊരു എതിർപ്പുമുണ്ടായില്ല. അതിനുശേഷം അതിനു മുൻപ് നയപ്രഖ്യാപനമുണ്ടായി. അതിൽ കാര്യമായ കേന്ദ്ര വിമർശനങ്ങളില്ല. MG സർവകലാശാല സെനറ്റിലേക്ക് സംഘപരിവാർ പശ്ചാത്തലമുള്ള 19 പേരെ ഗവർണർ നിയമിച്ചു. യാതൊരു എതിർപ്പുമില്ല. പിന്നീട് ബജറ്റ് വന്നു. ബജറ്റുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിഹിതം കിട്ടുന്നതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളെക്കുറിച്ച് യാതൊരു എണ്ണിപ്പറയലുമില്ല. പിന്നീട് ജൂലൈ മാസത്തിൽ സംഘപരിവാർ ബന്ധമുണ്ടായിരുന്ന KPCC ജനറൽ സെക്രട്ടറി PM നിയാസിന്റെ വിമർശനം തള്ളി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി N ശേഷാദ്രിനാഥിനെ നിയമിച്ചു. സംഘപരിവാർ ബന്ധമുണ്ട് എന്നുള്ളതായിരുന്നു ജനറൽ സെക്രട്ടറി PM നിയാസിന്റെ വിമർശനം. അതിനെതിരെ അദ്ദേഹത്തിനെതിരെ തന്നെ കോൺഗ്രസിലെ നേതാക്കൾ രംഗത്ത് വന്നു. TS ശരത്തിനെ സംഘപരിവാർ ബന്ധമുണ്ട് എന്ന ആരോപിച്ച് ഗവൺമെന്റ് ലീഡറായി നിയമിച്ചതിനെതിരെ വിമർശനമുണ്ടായി. KSUവും ലോയേഴ്സ് കോൺഗ്രസും വിമർശനം ഉന്നയിച്ചു. യാതൊരു പ്രശ്നവുമില്ല. RSS പരിപാടിയിൽ ജൂലൈ മാസത്തിൽ സർവകലാശാല VCമാർ പങ്കെടുത്തു. വിമർശനമൊക്കെ ഉണ്ടായി. ഒരു നടപടിയും ഉണ്ടായില്ല. ആരും ചോദിച്ചില്ല. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ കോൺഗ്രസ് നടത്തിയ സമരത്തിന് മുഖ്യമന്ത്രി അവിടെ പോയിരുന്നു. അതിനും ആ സമരം തീരുന്നതിന് മുമ്പ് തിരികെ വന്നു. വഖഫ് ബോർഡ് കേന്ദ്ര നിയമപ്രകാരം പുനഃസംഘടിപ്പിക്കാമെന്ന് സർക്കാർ കോടതിയിൽ സമ്മതമറിയിച്ചു. PM ശ്രീയുമായി മുന്നോട്ടെന്ന് UDF കൺവീനർ UDF യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. വിവാദമായി നല്ല അന്തസ്സായിട്ട് മലക്കം പറഞ്ഞു. മഞ്ചേശ്വരം സ്കൂളിൽ ക്യൂസിൽ VD സവർക്കറെ പുകഴ്ത്തിക്കൊണ്ടൊരു ചോദ്യാവലിയുണ്ടായി. 8-ാം തീയതി തന്നെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ വന്ദേമാതരം മുഴുവനുമായും ആലപിക്കണമെന്ന് ചീഫ് സെക്രട്ടറി തദ്ദേശ വകുപ്പ് സെക്രട്ടറിക്ക് കത്ത് നൽകി. ഇതും കൂടെ കൂട്ടിയുള്ള ചികിത്സ മതി. PM ഹർഷോ, നിങ്ങൾ ഈ കോൺഗ്രസിനെ ഇങ്ങനെ ചാപ്പ കുത്താൻ പാടുണ്ടോ? മാധു, കോൺഗ്രസിനെ ചാപ്പ കുത്തുന്നതിന് വേണ്ടി ഞങ്ങളാരും ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളതല്ല. UDF നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വന്ന് ഏകദേശം 2 മാസം മാത്രം പിന്നിടുന്ന സന്ദർഭം എത്തുമ്പോൾ ഈ ഏറ്റവും ഒടുവിൽ അങ്ങ് തന്നെ വിശദീകരിച്ചല്ലോ, 18-ാം തീയതി UDF സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന് ശേഷം ഇങ്ങോട്ട് കേരളത്തിൻ്റെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുന്ന, കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിവിധ കാര്യങ്ങളാണ് അങ്ങ് സൂചിപ്പിച്ചത്. ഇതിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്നുകിൽ കേരളത്തിനകത്ത് ഭരണം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഒന്നുകിൽ അർലേക്കറും അതേപോലെ ചില ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ വളരെ കൃത്യമായി കഴിഞ്ഞ നാളുകളിലാകെ ഞങ്ങൾ ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളത് പോലെ കേരളത്തിലെ കോൺഗ്രസും VD സതീശന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ RSSും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള സന്ധിയുടെ ഡീലിൻ്റെ തുടർച്ചയിലാണ് കേരളത്തിലെ UDFന്റെ ഗവൺമെൻറ് അധികാരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഇതിൽ രണ്ടിൽ ഏതാണ് എന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് തുറന്നു പറയുന്നതിന് വേണ്ടി ഈ ഘട്ടത്തിൽ ഇവർക്ക് ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളത് നേരത്തെ റിജിൽ ഉയർത്തിയതുപോലെ കുറച്ച് ശബ്ദകോലാഹലങ്ങൾ ഉയർത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ചില ആക്രോശങ്ങൾ ഉയർത്തിക്കൊണ്ടോ ആ ചോദ്യത്തിൽ നിന്ന് പിന്മാറുന്നതിന് വേണ്ടി കോൺഗ്രസിനെ കഴിയില്ല എന്ന് വ്യക്തമാക്കുന്ന അനുഭവങ്ങളാണ് ഈ ദിവസങ്ങളിൽ നിലപാടാണ്. അതിൽ സർക്കാർ കൃത്യമായ നടപടിയെടുത്തിട്ടുണ്ട് എന്നതാണ് കോൺഗ്രസ് വെർഷൻ. ഇപ്പോൾ നോക്കൂ, ഇപ്പൊ ഈ R സുഗതന്റെ ലീവുമായി ബന്ധപ്പെട്ട് നടപടിയെടുത്ത ഉദ്യോഗസ്ഥ പുറത്താണ്. അദ്ദേഹം സൂചിപ്പിച്ചത് ചില ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഗവർണർ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ഒന്നുകിൽ കേരളത്തിലെ UDFന്റെ മന്ത്രിസഭയ്ക്ക് സർക്കാരിന് കരുത്തുറ്റ രാഷ്ട്രീയ നേതൃത്വമില്ല, അല്ലെങ്കിൽ ആഴത്തിലുള്ള മതനിരപേക്ഷ കാമ്പുള്ള രാഷ്ട്രീയ മൂല്യങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടല്ല കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയാണല്ലോ. ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥ ഇടപെടലുകൾ അല്ലെങ്കിൽ ഗവർണറുടെ ഇടപെടലുകൾ ഇത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. അവർ സൂചിപ്പിച്ചല്ലോ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി അവർ സസ്പെൻഡ് ചെയ്തു, നടപടിയെടുത്തു എന്നുള്ളത് വളരെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ സർക്കാരിന്റെ നയത്തിന് വിരുദ്ധമായ ഒരു ചെറിയ ഇടപെടൽ ഉണ്ടായി എന്നുള്ളതാണ് അവിടെ സംഭവിച്ചത്. അല്ലല്ലോ, കേരളത്തിൽ BJP അധികാരത്തിലുള്ള BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഏക കോർപ്പറേഷനിൽ BJPയുടെ ഭരണം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടൽ, ആ ഭരണസമിതിയുടെ നിലനിൽപ്പ് സുരക്ഷ ഒരുക്കി കൊടുക്കുന്ന ഇടപെടലല്ലേ ഉത്തരവാദിത്വപ്പെട്ട ഒരു ഉദ്യോഗസ്ഥയുടെ ഭാഗത്തുണ്ടായത്? അതിന് കണ്ണടയ്ക്കുന്ന സമീപനമല്ലേ ദിവസങ്ങളോളം കേരളത്തിലെ ഉത്തരവാദിത്വപ്പെട്ട മന്ത്രിസഭയിലെ മുതിർന്ന അംഗങ്ങൾ ഉൾപ്പെടെ സൂചിപ്പിച്ചത്? ശേഷം ഇങ്ങോട്ട് ഓരോന്ന് നോക്കൂ. ഇന്നിപ്പോ അങ്ങ് നേരത്തെ ഗോൾവാൾക്കറെ സംബന്ധിച്ച് കണ്ണൂർ സർവകലാശാലയിൽ പഠിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു എന്നൊക്കെ സൂചിപ്പിച്ചു. കേരളത്തിലെ ഒരു കുട്ടി പോലും, കണ്ണൂർ സർവകലാശാലയിലെ ഒരു വിദ്യാർത്ഥി പോലും ഗോൾവാൾക്കറുടെ ചരിത്രം പഠിക്കേണ്ടുന്ന
സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്നാൽ ഇന്ന് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന മണിക്കൂറുകളുടെ പ്രത്യേകത എന്താ? ചെറിയ കുഞ്ഞുങ്ങൾ, LP സ്കൂളിലെ UP സ്കൂളിലെ ചെറിയ കുഞ്ഞുങ്ങൾ ഈ മണിക്കൂറുകളിൽ വി ഡി സവർക്കറെ വെള്ളപൂശുന്നതിന് വേണ്ടി കുഴച്ചുവെച്ച കുമ്മായം കയ്യിൽ പിടിച്ച് വി ഡി സവർക്കറെ വെള്ളപൂശുന്നതിന് വേണ്ടി വിധിക്കപ്പെട്ട മണിക്കൂറുകളിലല്ലേ നമ്മളുള്ളത്? അദ്ദേഹം സൂചിപ്പിച്ചല്ലോ, ഏതോ പിറന്നാൾ ആഘോഷത്തിന്റെ കഥ അദ്ദേഹം പറഞ്ഞല്ലോ. കഴിഞ്ഞയാഴ്ച കേരളം ഒരു പിറന്നാൾ ആഘോഷത്തിന് സാക്ഷ്യം വഹിച്ചു. ശ്രീ റിജിൽ മാക്കുറ്റി പിറന്നാൾ കേക്കുമായി, പിറന്നാൾ മധുരമായി, പിറന്നാൾ കോടിയുടുത്ത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മണ്ണിൽ മതന്യൂനപക്ഷങ്ങളെ ആക്ഷേപിക്കുന്നതിന് വേണ്ടി, കേരളത്തിന്റെ സെക്യുലർ ഫാബ്രിക് തകർക്കുന്നതിന് വേണ്ടി നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷജന്തുവിനെ കാണുന്നതിന് വേണ്ടി കേരളത്തിന്റെ ബഹുമാന്യനായ ആഭ്യന്തരമന്ത്രി പിറന്നാൾ കോടി വാങ്ങി, പിറന്നാൾ മധുരം വാങ്ങി, വീട്ടിൽ ചെന്ന് മധുരം ഇങ്ങനെ വായിൽ വെച്ച് കൊടുക്കുന്ന കാഴ്ച കേരളത്തിന്റെ മതനിരപേക്ഷ സമൂഹം കണ്ടതാണ്. നിങ്ങൾ പറയുന്നുണ്ടല്ലോ നിലപാടുകളുടെ രാജകുമാരൻ എന്ന് പറയുന്ന, നിങ്ങൾ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ, അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം ഇങ്ങോട്ട് നിങ്ങൾ പരിശോധിച്ചോ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ക്യാബിനകത്ത് മുഖ്യമന്ത്രിയുടെ മടിയിലിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളാരാ? അത് ഷാജൻ സ്കറിയ എന്ന പേരുള്ള കേരളത്തിലെ പൊതുമധ്യത്തിൽ വർഗീയതയുടെ വിദ്വേഷം നിരന്തരം വമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, പൊതുസമൂഹം അകറ്റി നിർത്തേണ്ടുന്ന വിഷം വമിപ്പിക്കുന്ന ഒരു വ്യക്തിയെ മടിയിലിരുത്തുന്ന നിലയിലേക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറുന്നതിന്റെ അനുഭവം ഈ നാട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയമായ പരാമർശങ്ങൾ നടത്തുമ്പോൾ അത് വ്യക്തിപരമാകരുത് എന്നൊന്നുമില്ല. അത് ആർക്കായാലും, അത് കോൺഗ്രസിന്റെ പ്രതിനിധിക്കാണെങ്കിലും CPM-ന്റെ പ്രതിനിധിക്കാണെങ്കിലും രാഷ്ട്രീയമായ പരാമർശങ്ങൾ നടത്തുമ്പോൾ അത് വ്യക്തിപരമാകരുത്. അല്ല, ബഹുമാന്യനായിട്ടുള്ള കേരളത്തിന്റെ ചേർത്ത് നിർത്തുന്ന ആവർത്തിച്ച് ഈ പൊതുസമൂഹത്തിനകത്ത് വമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടിക്കൊണ്ടുപോയി ആഗോള ബഹുമാനപ്പെട്ട റിജിൽ മാക്കുറ്റി, അങ്ങയുടെ സമയത്ത് ഞാൻ ഇടപെട്ടിട്ടില്ല. റിജിലെ, അങ്ങയുടെ സമയത്ത് ഞാൻ ഇടപെട്ടിട്ടില്ല. ഈ മന്ത്രിസഭ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതേ വെള്ളാപ്പള്ളി നടേശനെ കാണുന്നതിന് വേണ്ടി, പൊന്നാട അണിയിക്കുന്നതിന് വേണ്ടി പോയ UDF മന്ത്രിസഭയിലെ മന്ത്രി ഉണ്ടല്ലോ, ബിന്ദു കൃഷ്ണ എന്നല്ല അവരുടെ പേര്, റിജിൽ ഉൾപ്പെടെയുള്ള ആളുകൾ, നിങ്ങൾ ഈ പറയുന്നത് പോലെ വെള്ളാപ്പള്ളി നടേശനെതിരെ നിങ്ങൾക്ക് ഇത്രയേറെ ബിന്ദു കൃഷ്ണനെ തിരുത്തുന്നതിന് വേണ്ടി Debate with Madhu Saji.